ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ സൈബർ സെല്ലോട്ടൊന്ന് കണക്ട് ചെയ്തോ. ഹരിയണ്ണന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഹരിയാക്ക് ഇതേപോലെ വണ്ടിക്കകത്ത് കയറി വെച്ച് വല്ല റിവ്യൂ അടിച്ചിരുന്നേച്ചാ പോയിരുന്ന. എനിക്ക് തൊപ്പിയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അവിടെ പോയിച്ചും ജാസ്മിൻ ഏജന്റായി മാറിക്കണം. നാണമില്ല. എന്റെ കൺമുമ്പിന്ന് പോടാ. അല്ലേ ഏതാണ്ട് പുലിയായിട്ട് പോയവരാണ് ഇപ്പൊ എലിയായിട്ട് മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നാണമില്ലാത്തവൻ പുറത്തു ഉള്ള കാര്യം മൊത്തം അകത്ത് പോയി ആ പെൺകൊച്ചിനോട് പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. സീക്രട്ട് ഏജന്റ് അല്ല, ജാസ്മിൻ ഏജന്റ് വേണമെന്ന് വേണം പറയാൻ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. ഈ എന്ത് നാണയില്ലെന്ന പരിപാടിയാണ് അവൻ കാണിക്കുന്നത്. ഇപ്പൊ കേട്ടല്ലോ, അത് ആക്ച്വലി ഞാനല്ലാരും മൊത്തത്തെ ആൾക്കാർ മൊത്തം സീക്രട്ട് ഏജന്റിനെ കുറിച്ച് പറയണത്. സജി വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിക്കണ്ടാട്ടാ. ബ്രോ, നമ്മുടെ സീക്രട്ട് ഏജന്റ് ഏറിപ്പോയി. എങ്ങനെയൊന്നും ഇറക്കണം, മര്യാദക്കല്ലോ വണ്ടിക്കകത്ത് ഇരുന്നേച്ചാ മതിയായിരുന്നു. താങ്ക് യു. പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.